ഷൂട്ടിങ് നയന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഞാൻ. എന്നോട് பார்த்துட்டு யாரும் അവർക്ക് 6-7 സെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി അടിപ്പടി ഇങ്ങനെയൊക്കെ വിലയും കൂലിയില്ലാതെ ചുമ്മാ ഇരുന്ന് മുഷിയണനൊക്കെ ഒരാളുടെ സ്ഥലമാണോ സിനിമ? ഇതാരോ ഒരാൾ കാശ് കൊടുക്കുന്നതല്ലേ, അതിൻ്റെ അംശം മേടിച്ച് നമ്മൾ പിള്ളേർക്ക് കൊണ്ട് തിന്നല്ലേ. ഇപ്പം പിള്ളേർ നല്ല രസകരമായിട്ട് നിൽക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. കല്യാണം വീട്ടിൽ ചെല്ലിട്ടുണ്ട് ആന്തിരാമനുണ്ട് കയറുന്ന് കഴിച്ചു എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അത് കേട്ടിട്ട് അപ്പം തന്നെ കയറുന്ന് കഴിക്കുന്ന ആളല്ല. തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ. ഉയർന്ന ശമ്പളവും മികച്ച കരിയറുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Join Axions. Get trained. Get placed. നമ്മൾ ഈ കലാകാരന്മാരുടെ എപ്പോഴും എല്ലാ കാലത്തും ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ കുടുംബമാണ്. അതെ അല്ലേ? അവര് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ സ്വാതന്ത്ര്യത്തോടെ പോകാനൊക്കെ പറ്റുന്നത്. ആ കുടുംബത്തെ കൂടി എനിക്കറിയാം പേരും അല്ല, അവരെ ഒന്നും കൂടി പരിചയപ്പെടുത്താൻ. ഞങ്ങൾ എൻ്റെ വീടായിട്ട് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകുടുംബമൊന്നും പറയാം. എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്നും ഇപ്പം എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. ഉമ്മയുടെ പേരെന്ത്? നബീസ. 4 കൊല്ലമാകുമ്പോൾ. പിന്നെ എൻ്റെ ഇളയ പെങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, അവൾ ഇപ്പോൾ ഒരു 15-16. ബാപ്പയുടെ പേര്? ബാപ്പയുടെ ഒരു മൊയ്തീൻ കുട്ടി എന്നാണ്. പുള്ളി ഇപ്പോൾ ഒരു 90 കാണും. നല്ല കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കാര്യം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ നമ്മൾ പറയില്ല പയറ് പോലാണ് പോകുന്നത്, അങ്ങനെ നടക്കുന്നത്. പിന്നെ മൂത്ത സഹോദരിയുണ്ട്. അളിയൻ ഒരു ചെറിയൊരു ഹോട്ടലിൽ നടത്തുക, മറ്റേ ഈ ലോഡ്ജ് പോലെ. ഒരു മോനുണ്ട് അവർക്ക്, അവന് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നെടുമ്പാശ്ശേരി. മുസമ്മിൽ എന്നാണ് പേര്. പിന്നെ രണ്ടാമത്തെ ഇപ്പം എങ്ങനെയാണ് ഞാൻ പറയില്ല, ഷക്കീല ഹസ്ബൻഡ് 2 ആൺപിള്ളേരാണ്. അതിൽ ഒരു മൂത്തവൻ കിട്ടിയിരിക്കുന്ന വേറെ സ്ഥലത്തുനിന്ന്, രണ്ടാമത്തെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചത്. ആങ്ങളെ പെങ്ങളെ മുറ. അങ്ങനെ അതങ്ങനെ. പിന്നെ ഈ എൻ്റെ പെരുമ്പാവൂർ ഈ മരണപ്പെട്ടു പോയ അളിയന് 2 മക്കളുണ്ട്. ആ പെങ്ങളിൽ 2 കുട്ടികളുണ്ട്. പിന്നെ അവനെ ഞങ്ങൾ നമ്മുടെ ഈ മൂത്ത സഹോദരിയുടെ ഒരു സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി രണ്ടാമത് കല്യാണം കഴിച്ചില്ല, ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. അവരിപ്പം കല്യാണം കഴിക്കും. മൂത്തവൾ കല്യാണം കഴിക്കും. എൻ്റെ പെങ്ങളിലുള്ള കൊച്ച് കല്യാണം കഴിക്കാറൊക്കെയായി പഠിക്കുക. അവൻ ജോലിക്ക് വേണ്ടിയിട്ടിരിക്കുക, ചെറുക്കൻ പയ്യൻ. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ സഹോദരന് 2 പെൺമക്കളാണ്. മൂത്തോളം മൂവാറ്റൂർ കെട്ടിച്ചേക്കുന്നു. അതിന് 3 മക്കളുണ്ട്. ഇളയത് മറ്റു പെങ്ങളുടെ അതിനായിട്ട് അതിന് ഒരു കുഞ്ഞുണ്ട്. എൻ്റെ വീട്ടിലെ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മോള്. ഭാര്യയുടെ പേര് സിമി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിപ്പേര് ആരിഫ എന്നാണ്. അപ്പം സിമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അപ്പം സിമി. പിന്നെ എൻ്റെ മോനെ. മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന എൻ്റെ ഭാര്യയുടെ ഒരു കസിൻ പയ്യനാണ്. ഭാര്യയുടെ വാപ്പാടെ ജ്യേഷ്ഠൻ്റെ മോൻ അങ്ങനെ. അപ്പോൾ ഇത്തവണ അവനൊരു കട ഇട്ടായിരുന്നു. അതിന് IM ചേച്ചിയാണ് എന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്തു കൊടുത്തത്. അവർ 2 കുഞ്ഞാവൾ. 5 വയസ്സാവുക മൂത്ത മോക്ക്. ഫാത്തിമ നൈഹ മോളുടെ പേര്. അപ്പൂപ്പനാ 2 തന്നെ. പിന്നെ പെങ്ങന്മാരുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇളയത് ഐഷ നൈറ, അത് ഇളയത് ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. അങ്ങനെ. പിന്നെ മോൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ ജോലിയാണ്. ഇപ്പോൾ ഈ മിനിങ്ങാന്ന് അവൻ സൗദിയുടെ ഒരു കമ്പനിയിലെ സംഭവമായി. അപ്പം ആദ്യം ഇച്ചിരി പാടൊക്കെയായിരുന്നു. ഇപ്പം കുറേ പേരെ നോക്കിയാൽ മതി. അവർ പാസ്പോർട്ടൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ട് എല്ലാം അടിച്ച് ലഗേജ് ഒട്ടിച്ച് അതൊക്കെ ഓടിച്ച് എല്ലാം അടിച്ച് കൊടുക്കൂലേ ബോർഡിങ്. അത് ചെയ്യലായിരുന്നു. അത് ചെയ്ത് മാറി അത് ചെയ്യുന്നവരുടെ ചീഫായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പുള്ളി. എല്ലാവരും സന്തോഷത്തോടെ അല്ലേ? അങ്ങനെ സന്തോഷത്തോടെ. അപ്പം അവിടെ ഒരു കലാകാരൻ, വേറൊരു കലാകാരൻ ഇല്ല എന്നുള്ളതാണ്. കലാകാരൻ എല്ലാവരും വാപ്പ ഒക്കെ കലാകാരനാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ വാപ്പ ഒരു പാട്ട് പാടിയുണ്ടല്ലോ. ഇപ്പോൾ പാട്ട് പിന്നെ ഓർത്തിരിക്കുമല്ലോ വാപ്പ. അതായത് ഞങ്ങൾക്ക് ചായക്കടയായിരുന്നു ഒരു 14 കൊല്ലം 10-15 കൊല്ലം. അപ്പോൾ ഈ ചായക്കടക്കാർ തന്നെ എവിടെയെങ്കിലും ഉത്സവമോ ക്ലബിൻ്റെ പരിപാടിയൊക്കെ വരുമ്പോൾ ഈ ചായക്കട അവിടെ നിന്ന് അങ്ങോട്ടും കൊണ്ടുപോകില്ല. അവിടെ ഡെസ്ക് ബെഞ്ചൊക്കെ ഇട്ട് ഷഡ്ഡൊക്കെ കെട്ടി അങ്ങനെ ഞങ്ങൾ. അപ്പം പിള്ളേർ സെറ്റാണ് ഞങ്ങൾ. അപ്പോൾ ഈ വെള്ളം ചൂടാക്കണ അവിടെ ആ അടുപ്പിൻ്റെ അവിടെ. അപ്പം ഈ സമയത്ത് ചായ അടിച്ചുകൊണ്ട് വന്ന വാപ്പ ഞങ്ങൾ നോക്കുമ്പം പാട്ട് കേൾക്കാം. പുള്ളി അവിടെ ചെന്ന് ക്ലബിൻ്റെ പരിപാടിയാണ്. പുള്ളി അവിടെ നിന്ന് അടിപൊളി ഒരു പാട്ട് കിട്ടാച്ചൊരു പാട്ട്. പാട്ടാന്നറിയോ?
തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ. അത് വാപ്പ പാടി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പാട്ട് സ്റ്റേജിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കിയാൽ വാപ്പ ഒന്നും അല്ല കരുത്താ. വാപ്പ തൊട്ട് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ചിരിച്ച പാടും, എല്ലാവരും ഒക്കെ ചിരിച്ചുള്ള അതിൻ്റെ ഒരു അംശം കണ്ട് ഞാൻ എൻ്റെ ജീവിത തത്രപ്പാടിൽ ഞാൻ പറഞ്ഞില്ലേ, മാറ്റിവെച്ച് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കയറി. അപ്പം അതാണ് കരുതൽ. എന്നോട് മുകേഷ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, നമ്മുടെ മുകേഷ് ചേട്ടൻ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത്വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. എടാ, നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. ഈ ലോകത്തുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കാനാണ്, മനുഷ്യർക്ക് ഉപയോഗിക്കാനാണ് നടക്കുന്നത്. അതിപ്പോൾ ഒരു ആനയോ സിംഹമോ പുലിയോ എന്തൊക്കെ ആണെങ്കിൽ ആയുധം കൊണ്ടുപോയി അവരെ നമുക്ക് കീഴ്പ്പെടുത്തി എന്ത് വേണം ചെയ്യാം. പക്ഷേ ഏതെങ്കിലും മൃഗമോ മരമോ ആനയോ കുതിരയോ ഏതെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് തട്ടിയേക്കാന്ന് പറഞ്ഞു വരുന്നുണ്ടോ? ഇല്ല, ഇല്ലേ? അപ്പം നമുക്കുള്ളതല്ല, നമുക്കെല്ലാം തന്നിട്ടുണ്ട്. നമ്മൾ എത്തിപ്പെടേണ്ട തലം അത് കണ്ടെത്തണം. നമ്മൾ എന്തായിത്തീരണം എന്നുള്ള തലം കണ്ടെത്തൽ ആ ആൾക്ക് കൊടുത്തേക്കുക. അതാണ് കുറച്ച് മുമ്പ് പറഞ്ഞ ചെരുപ്പ് തഞ്ഞ ജയസൂര്യ, അതായത് അന്വേഷിച്ച് നടന്ന് അയാളൊരു സ്ഥാനത്ത് താഴായി. അങ്ങനെ തലത്തിലായെന്നും പറഞ്ഞിരുന്നാലും അതല്ലായിരിക്കും തലം. പുള്ളി പറഞ്ഞ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓടക്കൊള്ളിൽ നമ്മളെ ചുമ്മാ ലൊക്കേഷനിലിരിക്കുന്നത് ഓടക്കൊള്ളു വിൽപ്പനക്കാരൻ. മുകേഷ് എന്നോട് പറഞ്ഞ കഥയാട്ടോ, ഇതെൻ്റെ കഥയല്ല. ഒരു ഓടക്കൊള്ളുകാരൻ ഓടക്കൊള്ളു വിറ്റുകൊണ്ട് പോകുന്നു. നമ്മളിപ്പോൾ സിനിമയിലാട്ടോ, ഇഷ്ടംപോലെ വർക്കും ഒക്കെ ഉണ്ട്, എല്ലാം ആയിട്ടിരിക്കുക. ഈ ഓടക്കൊള്ളു മേടിച്ചു ഊതി ഇത് കേട്ട് എത്ര രൂപ? 15 രൂപ. 15 രൂപയൊന്നുമില്ല. 15 രൂപ ഇതിന് എന്ന് ചോദിക്കുമ്പോൾ 15 രൂപ. അതിനൊന്നും വരാം, 10 രൂപ. 15 രൂപ. 10 രൂപ പയ്യൻ കൊടുത്തിട്ടു. അപ്പോൾ വഴിക്ക് അവനോട് ചോദിച്ചു, ഇത് എവിടെ നിന്ന്, ഇത് എവിടെ നിന്ന്? ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് നടക്കണം. നമ്മൾ ചുമ്മാ അതിൻ്റെ പുറകെ ഒന്ന് കൂടി. കൊച്ചി ചെന്നപ്പോൾ കൊച്ചിയിലെ കടക്കാരൻ പറയുകയാണ് 5 രൂപ. 5 രൂപ ഉള്ളൂ. നിങ്ങളിത് എവിടെ നടക്കണേ? ഞങ്ങളത് ഹൈദരാബാദിൽ നിന്ന്. അപ്പോൾ ഒരു ഇതായി, കച്ചവടം ഇതായി. അതേലേ, നമുക്കിത് ബൾക്കായിട്ടൊന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ സാറേ അതിപ്പോൾ വേറെ ഒന്നും വേണ്ട. നമ്മളിവിടെ നിന്ന് പോകുമ്പോഴത്തേനും ഒരു ലോഡ് ഈറ്റ അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ 25 പൈസയ്ക്ക് ഒരു പീസിന് 25 പൈസ കേട്ടോ. ഇവിടെ നിന്ന് 20 രൂപ 15 രൂപ ഇതല്ലേ. ഇതങ്ങ് ഏറ്റെടുത്തു, ഇതങ്ങ് ക്ലിക്കായി കഴിയുമ്പം ഈ തൊഴിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ നിന്ന് മാറിയിട്ട് ഇത് ചെയ്യാൻ സമയമില്ല. അതിനകത്ത് ഇയാൾ ഡെവലപ്പായി. ചിലപ്പം അവിടെ ആണെന്നായിരിക്കും അയാളുടെ തലം. മനസ്സിലായില്ലേ? അത് മാത്രം തമ്പുരാൻ ചോദിച്ച് നീ കണ്ടെത്തണം. ബാക്കിയൊക്കെ നീ എടുത്തു, ബാക്കിയെല്ലാം തരാം. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു തലം ഉണ്ടോ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം? അല്ല, എനിക്ക് തോന്നുന്നതെന്ന് പറയാം, നമ്മളിപ്പം എൻ്റെ വയസ്സ് തന്നെ നമുക്കിപ്പോൾ പിന്നെ പ്രായമൊക്കെ ആയില്ലേ, പ്രായം ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ തലത്തിൽ തന്നെ എന്നാണ് തോന്നണേ. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഒരു ഇല്ല. പിന്നെ എല്ലാവരും ചോദിക്കും എന്നോട്, ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നോട് ഇടയ്ക്ക് ചോദിക്കും, പടം ഡയറക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ അവരോട് പറയുന്ന കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യും? അവരോട് ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാണ് ഡയറക്റ്റ് ചെയ്യണേ, ഞാൻ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണം? അത് ഇത്രയും പടമൊക്കെ ചെയ്താലും ഒരു പടവും ഡയറക്റ്റ് ചെയ്യാൻ പാടില്ല. ഇത്രയും പടം ചെയ്താലേ ഡയറക്ഷൻ ചെയ്യാൻ പാടില്ല എന്ന് കൂടായിട്ട്. ചില റിട്ടയർഡ് ഉദ്യോഗസ്ഥർ അഭിനയിക്കാൻ വരും. റിട്ടയർഡായി, കൂടുതലും കണ്ടിട്ടുള്ള പോലീസിൽ നിന്നാണ്. റിട്ടയർഡായിട്ട് വന്നിട്ട് റിട്ടയർഡ് ആണെങ്കിലും പുള്ളിയുടെ മനസ്സിൽ പുള്ളി പോലീസാട്ടോ, സർക്കിളായിട്ട്. ഞാൻ സർവീസിലായിരുന്നു, പോലീസ് സർവീസിലായിരുന്നു. പിന്നെ ഇപ്പം സിനിമ വീട്ടിലിരുന്ന് മുഷിഞ്ഞിട്ടേ ചുമ്മാ ഇതിനകത്തേക്ക് അങ്ങ് ഇറങ്ങിയേക്കാന്ന്. വീട്ടിൽ ഒന്നുമില്ലാത്ത വിലയും കൂലിയില്ലാതെ ചുമ്മാ ഇരുന്ന് മുഷിയണനൊക്കെ ഒരാളുടെ സ്ഥലമാണോ സിനിമ? ചുമ്മാ ഇരിക്കുമല്ലേ, അപ്പോൾ ഇതിനകത്തേക്ക് വന്നങ്ങ് ഇറങ്ങിയേക്കാന്ന്. അതൊരു ഡയറക്ടർ കേട്ടു. വന്നിരുന്ന് ആ കാര്യം ഇട്ടിട്ട് എഴുന്നേപ്പിച്ചു വിട്ടു വന്നു. ആ ഡയറക്ടറുടെ പേര് ഞാൻ കൂടെ ബെഞ്ചിത്ത് എന്ന് പറയും. അവിടെ ഇപ്പം സൺ ടി വിയിലെ ചീഫ് അസോസിയേറ്റാണ് പുള്ളി. കിരീടം സിനിമയിലെ 4ാമത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് പുള്ളി. ഇത് കേട്ടു. അങ്ങനെ ഒന്നും ഒരുത്തിനും ഇവിടെ വന്ന് ഒരു വേലയും വിലയില്ലാത്ത പോലീസാണെങ്കിൽ പോകാൻ പറഞ്ഞു. പുള്ളിയുടെ ഒരു ഭീഷണി പുള്ളിയുടെ പറഞ്ഞു വിട്ടേന്. ഒരു 8 മാസം മുമ്പാണ് ഞാൻ കാണിച്ചത്. അത് 8 മാസം റിട്ടയർഡായി പോയി. പുള്ളിയുടെ പോക്കൊക്കെ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അഭിനയിപ്പിച്ചില്ല. എന്തായാലും
എൻ്റെ ഇപ്പം എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം കമ്മിറ്റഡ് ഉണ്ട് സിനിമ. കൂടാതെ ഒരു 8-10 പടമല്ല അതിൽ കൂടുതൽ ഇറങ്ങാനുണ്ട് ചെയ്തു വെച്ച്. ഇപ്പം രാമകൃഷ്ണ പൊതുവാളിൻ്റെ രതീഷ് രാമകൃഷ്ണ പൊതുവാളിൻ്റെ ചാക്കോച്ചൻ പടം ഇറങ്ങാനുണ്ട്. പേരെൻ്റെ തന്നെ ജാഫർക്കാന്ന് തന്നെ പേര്, ജാഫർക്ക. ഇടുക്കിക്കാരനായ ഒരു ജാഫർക്ക വയനാട്ടിൽ ചെന്ന് താമസിക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഒരു ഒരാളക്കാലക്കുണ്ട്, സിംഗ് സൗണ്ടും കൂടെ ആയിരുന്നു. അതായത് സ്വാതന്ത്ര്യം കൂടെ തന്നു. കനകങ്കാമനി കലകം കഴിച്ചിട്ടിരിക്കുന്നത് തന്നെ പുള്ളി. അപ്പം എനിക്കും അഴിഞ്ഞാടാൻ പറ്റിയൊരു സംഭവമാണ്. അതിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോനെ അതൊന്നുമല്ല സാധനം. ആ വേറെ സാധനം ഇടിച്ചിട്ടുള്ള അടിപ്പിടി ഇങ്ങനെയൊക്കെ അയാളായിട്ട് കൊല്ലാക്കൊല ചെയ്യുന്ന പടത്തില് ഈ ചാക്കോച്ചനെ അടി ചകളക്കിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ആളാ, ഒരു പാർട്ടിക്കാരനാ, പാർട്ടിയാ, കോൺഗ്രസിൻ്റെ ആളാ. അതിനിപ്പം ലാൽ സാറിൻ്റെ മുകളിലെ പടം നടക്കുന്നു. ഇപ്പം ഇറങ്ങാൻ പോണ പടങ്ങളിൽ വലിയ വലിയ പടങ്ങളുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഇപ്പം ഈ ചെയ്തുകൊണ്ടിരുന്ന പടത്തിന് നയൻതാരയുടെ ഒരു പടത്തിലേക്ക് തമിഴിൽ നിന്ന് വിളിച്ചു. അപ്പോൾ ഇവിടുത്തെ ഡേറ്റുമായിട്ട് ഞാൻ കുറേ ശ്രമിച്ചിട്ട് ഇപ്പം നടക്കുന്നുണ്ട്. അത് ഓക്സിജൻ. അത് കൊറോണ സമയത്ത്, അത് മദ്രാസ് മറ്റേ MGR ഫിലിം സിറ്റിയിൽ വെച്ചിട്ട് അകത്ത് വണ്ടി സെറ്റ് ഇട്ടേക്കാണ്, ബസ് സെറ്റ് ആണല്ലോ. അവിടെ ഒരു സംഭവം ഉണ്ടായി ഈ നയൻസിൻ്റെ പടത്തിൽ. ഇവിടെ എനിക്ക് ഭയങ്കര താടിയാണ് ആ പടത്തിൽ. അതേ താടി വെച്ചോണ്ടാണ് ബ്രോഡാടി ഹൈദരാബാദിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ഒരു ദിവസം അത് ചെയ്തു കൊടുത്തു. അത് മറ്റേ ആശീർവാദിൻ്റെ സിനിമയാണ്. അങ്ങനെ ആ ഭയങ്കര താടിയാണ്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കിളവൻ, ഭയങ്കര ഒരാൾ. അപ്പം ഈ ബസ്സില്ലേ, ഈ ബസ്സിൻ്റെ എല്ലാം അവിടെ പൊളിച്ചോണ്ട് പോവാം. ബസ്സിൻ്റെ ഫ്രണ്ട് പൊളിക്കാം, ഈ സൈഡ് മൊത്തം അങ്ങോട്ട് റെയിൽ പാളത്തിലിട്ടേക്കുക. ഈ സൈഡ് മൊത്തം അത് രണ്ടുപേർ തള്ളിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാൻ തരികയില്ല, ബസ് പീസാക്കാം. പിന്നെ നയൻസിൻ്റെ കൂടെ ഒരു പയ്യനെ അഭിനയിക്കുന്നുണ്ട്. 20 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു പയ്യനാണ്. വർത്താനം അതിനകത്ത് അഭിനയിച്ച് കുഞ്ഞ്. അപ്പം ഇവൻ്റെ ഈ ഇവൻ്റെ അമ്മ അപ്പുറപ്പുണ്ട്, പാലക്കാടുകാരി, അച്ഛൻ തമിഴിനും. അത് തമിഴാണ്. അങ്ങനെ അത് ഇവന് പറയണൊക്കെ എൻ്റെ രസമാണ്. ഇതമ്മ ആ അമ്മേനെ കൊണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ അമ്മയായിട്ടാ നയനുമായിട്ട് കളിക്കുന്നത്. നയൻസിന് നല്ല ഇതാണ്. അപ്പോൾ കൊറോണ കത്തിയിരിക്കുക. നയൻസ് വരുമ്പോഴത്തേനും രണ്ടുപേരും ഇങ്ങനെ ഫ്രണ്ടിലിങ്ങനെ ഇത് ചീറ്റിക്കൊണ്ട് വരും. ഒരു സീറ്റ് സാനിറ്റൈസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു പോകും. അപ്പം ഞാൻ ഇവിടുന്ന് ക്യാമറ വെച്ച് അവരെടുക്കുക. കുഞ്ഞിൻ്റെയും നയൻസിൻ്റെ കൂടെ സീറ്റായിരിക്കുന്നത് ഇവർ ഇങ്ങനെ എടുക്കുക കേട്ടോ. ആ എടുത്തപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നോർമലാ ബ്രീത്ത് பண்ண முடியாது. വീര ട്രൈ ടു വിസിൽ. ഈ കൊച്ചിൻ്റെ കൃതികൾ, ഈ കൊച്ചില്ലേ, ഈ മൂക്കിൽ ഓക്സിജൻ കയറുന്ന ഒരു കുഴൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ. അവൻ ഇടയ്ക്ക് ചാടിപ്പോവും. ചാടിപ്പോയിട്ട് അപ്പോൾ ഇവർ തന്നെ അമ്മയെ ഇതൊക്കെ അത് ഇങ്ങനെ കാണുള്ളൂ. ഇങ്ങനെ നോക്കിട്ട് என்னோட பார்த்துட்டு இருக்க யாரும் പതിയെ ചെവിയിൽ. ഞാൻ പറയും മലയാളം ഫിലിം ആക്ടർ നടികറ എങ്ക നടിച്ചു എന്നടത്തി பார்த்துட்டு இருக்கு. ഇത് കേൾക്കും ഡയറക്ടറും കൺട്രോളറും കണ്ടു. ഇവനിങ്ങനെ കാണിക്കണേ തോക്കി മയൻ തോക്ക് കയ്യിൽ തോക്കുണ്ട്. എന്നറിയാവും ഇവർ ധരിച്ചേ അവിടെ ഏതോ ഉള്ള ഒരാൾ ഇതിനകത്ത് കയറി ഷൂട്ടിങ് നയന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ അന്ന് അവർക്ക് 6-7 സെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെ സെക്യൂരിറ്റി ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടേ പുള്ളി ഇടയ്ക്ക് സീറ്റ് പിടിക്കാൻ പോകും. ഞാൻ പുറത്തേക്ക് എന്തിനും ഇറങ്ങി നിനക്കൊന്നും പറയാൻ പാടില്ല, നീ എന്തിന് അറിഞ്ഞില്ല. അവര് നോക്കുമ്പോ ഞാനിങ്ങനെ നോക്കിക്കൂല്ലേ, നമ്മള് കുഞ്ഞിനെ പോയിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ നയൻതാര നോക്കിയതല്ല, നായരെ നോക്കണ. ശരി, അത് ബ്ലഡിലില്ല ആ പരിപാടിയൊന്നും. അതുകൊണ്ട് ഉണ്ടല്ലോ നമുക്ക് നമ്മളെ ആ വരവും പോക്കിലും അറിയാതെ നമുക്കേ നമ്മളൊരു തൊഴിലിൽ ഏർപ്പെട്ടേക്കുക. ആ തൊഴിൽ ഇപ്പം തന്നെ ഒരു ദിവസം മുമ്പ് പടം തീർത്തിട്ട് ഞാൻ വന്നു.
5 ദിവസം അവിടെ പറഞ്ഞിരുന്നത്. അറിയാലോ അതെ അതെ ഈ ഡേറ്റിന് വേണ്ടിയിട്ട്. ഇന്നെനിക്ക് അവിടെ വർക്കുള്ള അല്ല ഇന്നലെ. അത് ഒരു ദിവസം മുമ്പ് കയറുന്നു. ഞാൻ ഇന്നലെ എന്താ ചെയ്യണ്ടേ, ഞാൻ ചുമ്മാ അവിടെ വന്ന് കാണിച്ച് അവിടെ നടന്നു, സമയത്തെത്തിയില്ല, വിളിച്ചില്ല, വന്ന് ലാഗ് അടിച്ചു കഴിഞ്ഞാൽ ഇന്നും വെറുപ്പ് പോകും. ഇതാരോ ഒരാൾ കാശ് കൊടുക്കണമല്ലേ, അതിൻ്റെ അംശം മേടിച്ച് നമ്മൾ പിള്ളേർക്ക് കൊണ്ട് തിന്നല്ലേ. അപ്പോൾ പിള്ളേർ ഇതെല്ലാം രസകരമായിട്ട് നിൽക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം, നല്ല പൈസ. അതെ. അപ്പോൾ ആ പടം എങ്ങനെ തെറ്റിപ്പോയത്? ഇത് ദയൻ്റെ അതെ, ഇതിൻ്റെ ഈ 26-ാം തീയതി 27-ാം തീയതി അവർ ചോദിച്ചു ഒരു ദിവസം. ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 14 ഉണ്ടാണ്. 14 കൊടുക്കാം, ഇത് കൊടുക്കാൻ പറ്റില്ല, അവർക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അവരുടെയൊക്കെ ഡേറ്റ് അല്ലേ. അപ്പോൾ അത് പിന്നെ ഒരെണ്ണം പോയി, പിന്നെ ഇപ്പോൾ ഒരു തമിഴ് പോയി, കയ്യിൽ പോയി. വക്കത്ത് വരെ എത്തി, നടപടിയായില്ല. നമ്മുടെ ആലപ്പുഴ മറ്റേ കബീർക്കല്ലേ, കബീർക്ക് ഇപ്പോൾ ആലപ്പുഴ ഒരു തമിഴ് പടം നടന്നത്. അത് രേഖ, നടി രേഖയുടെ ഹസ്ബൻഡായിട്ട് മലയാളത്തുകാരനെ കെട്ടിയേക്കണ രേഖേനെ. അപ്പം അവർ തമിഴാ. അവർ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ പിന്നെ ഇതില്ലേ എന്ത് രാജ ഭാഗ്യരാജ് വേറെ 2-3 ആ കാറ്റഗറിയിൽപ്പെട്ട 2-3 പ്രായമുള്ളവർ ഇവരുടെ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇവർക്കൊരു ലൈനുണ്ട്. ഈ ലൈൻ മനസ്സിൽ നിന്ന് പോകാത്തതുകൊണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ തിരക്കി വരുമോ ഈ പെണ്ണിനെ. ഞാൻ പോകാൻ മറ്റൊന്നും എൻ്റെ പെൺപിള്ളേരെ നിൽക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ളൊരു മലയാളി. അത് ഒരു മലയാളിയായിരുന്നു തമിഴ് പടത്തിൽ. എന്തായിക്കോട്ടെ, തമിഴ് ഫിലിമല്ലേ, വിളിയുണ്ട്, പക്ഷെ എത്തിപ്പെടാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർക്കുള്ളതുകൊണ്ടാണ്. ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അറിയിക്കുന്നതാന്നേ കിട്ടുള്ളൂ, നമുക്ക് പടം കയറുമില്ലേ. ഇപ്പം അമിതാഭ് ബച്ചൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, കണ്ടകാറ്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കിട്ടുന്ന ഇപ്പം എനിക്കല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടൂലേ, ഇല്ലേ? എനിക്കില്ലെങ്കിൽ അത് വേറൊരാൾക്ക് കിട്ടി. അതുപോലെ നമ്മൾ പിന്നെ ഈ ആഹാരം ഉച്ചയ്ക്ക് സിനിമയിൽ നമ്മളെവിടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ആഹാരം തീർന്നു പോകും എന്നും പറഞ്ഞ് തീരാൻ വഴിയുണ്ട്. ചിലവർ വന്നിട്ട് കൊണ്ടിട്ട് ആഹാരം തീർന്നു പോകാൻ വഴിയുണ്ട് കേട്ടോ. കല്യാണം ഉള്ളിൽ ചിലവർ തീരാൻ വഴിയുണ്ട്, കയറുന്ന് കഴിച്ചു എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ അത് കേട്ടിട്ട് അപ്പം തന്നെ കയറുന്ന് കഴിക്കുന്ന ആളല്ല. അപ്പം ഞാൻ വലിയ താത്വികനോ മറ്റ് വേറെ ചിന്താഗതിക്കാരനോ ഒന്നും അറിയാൻ പാടില്ല. SSLC പിന്നെ 93 എഴുതി, 3ാമത്, അതും തോറ്റുപോയി. അന്ന് എൻ്റെ കൂടെ SSLCക്ക് കൂടെ പഠിച്ചവർ കോളേജ് ഇട്ടു, ലേണേഴ്സ് കോളേജ്. ആ കോളേജിൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവരൊക്കെ സാറന്മാർ. അപ്പോൾ അതിനകത്ത് എന്നെ കാര്യമായിട്ട് അവർ പഠിപ്പിച്ച് ഞാനായിട്ട് ജയിക്കേണ്ടതായിരുന്നു. ഈ പുറം രാജ്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളം മേടിച്ച് കുടിക്കാമല്ലോ എന്ന് എഴുതാൻ പോയതാണ്. അപ്പോൾ ഒരു ബസ് ആക്സിഡൻറ്റ് പറ്റി, ഒരു കമ്പി ഇതിലൂടെ കുത്തി കയറി, ഇവിടെ കുത്തി ഇങ്ങനെ എഴുതി. എനിക്ക് മാത്രം അപകടം പറ്റി. SSLC പരീക്ഷയുടെ തലേദിവസം കോതമംഗലം ധർമ്മഗിരി ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡോക്ടർ പോകരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയാതെ ഇറങ്ങിവന്ന് ഇവിടെ SSLC കയറിയെന്ന് എഴുതി, അതും തോറ്റുപോയി. അങ്ങനെ 3 പ്രാവശ്യം തോറ്റുപോയി. പിന്നെ കുറച്ച് വായന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ വാർത്തയാണ്. പിന്നെ എല്ലാവരും പറയും ഈ സിനിമ കാണുന്നില്ല. ഇപ്പം അടുത്ത് ഞാൻ സിനിമ കാണാനൊക്കെ തുടങ്ങി. അതായത് 10-20 തൊട്ട് ഞാൻ സിനിമ കാണലാണ്. ഇപ്പോൾ ഈ പ്രിവ്യൂ ഇടുമ്പോഴും അല്ലെങ്കിൽ റിലീസിനൊക്കെ ഇപ്പോൾ പോകാൻ തുടങ്ങി. അതിൻ്റെ അടിസ്ഥാനം ഇതുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടായിരുന്നു, ഇളയ പെങ്ങളും ഞാനും എൻ്റെ ജ്യേഷ്ഠനുമായി സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ഞായറാഴ്ച മാറ്റിന് കാണാൻ വരും. അടിയുള്ള പടം കാണുള്ളൂ, ഇടിയുടെ ഇതാണ്. അങ്ങനെ ഒരു പടം കാണാൻ പോയിട്ട് പകുതിയായപ്പോൾ ഇറങ്ങി പോന്നു. അന്നത്തെ ചീറ്റൻ തെറിയും പറഞ്ഞുകൊണ്ട് പടം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അറിയാം. എനിക്ക് പഞ്ചായത്തിൽ നിന്നൊരു കാർഡുണ്ടായിരുന്നു, ആഴ്ചയിൽ പടം കാണാം. ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ അലകിൻ്റെ ഇതിനൊരു ബോർഡുണ്ടായിരുന്നു. അതിൻ്റെ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾ കാണാം. ഈ പഞ്ചായത്തിലോ ജോലിയുള്ളവർക്കൊക്കെ അങ്ങനെ കാണാൻ. അപ്പോൾ എനിക്ക് ഫ്രീ ഉണ്ട്, 2 ടിക്കറ്റിന് പോകും. അപ്പം 7 പൈസ ആ കാലഘട്ടമാണ്. അങ്ങനെ ഞാനും പെങ്ങളും ഈ ജ്യേഷ്ഠനും കൂടെ കാണാൻ പോണേ. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആ കോമ്പോ പോയി, അതങ്ങ് പൊളിഞ്ഞു പോയി. ഇങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ടൊരു സാധനമൊക്കെ ഉണ്ട്. യമുന ഹോട്ടലിൽ നിന്ന് ഒരു താഴേക്കട ഒരു കടയുണ്ട്. ഒരു പെങ്ങൾക്കൊരു പാലും വെള്ളം മേടിച്ചു കൊടുക്കും, ഞങ്ങൾ ചായ കുടിക്കും. ഒരു ഇത്രയുള്ളൊരു ബോട്ടം, ഒരു ഇത്രയുണ്ട്. ഇങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ ഒതുങ്ങില്ല, ഇത്രയാണ്. അവിടെ നിന്ന് തൊട്ട് 5 കിലോമീറ്റർ തിന്നാൽ തീരും. 5 കിലോമീറ്റർ തന്നെ വീട്ടിലേക്ക്, ചെറുതോണിയിൽ നിന്ന് ഞാൻ താമസിക്കരുതേ, ആ ബോണ്ടിൽ നിന്നുള്ളതാണ്. അതാ ഒരു പൊടിച്ചിൽ വന്നോടി ഇത് പോയി. അതങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ അങ്ങ് പോകാതെ ഇരുന്നപ്പോഴത്തേന് ഇങ്ങനെയും പോയി. പിന്നെ അത് കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പണ്ടത്തെ കാര്യമാണേലും ഒരു കുഞ്ഞു കാര്യം മതി എനിക്ക്. അപ്പം പെട്ടെന്ന് ഇതായിപ്പോവും. അതുകൊണ്ട് ഞാൻ ചെയ്തത് എങ്ങനെ ഇരിക്കില്ല, എങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും അല്ലാതെ. ഇതാണ് എൻ്റെ സത്യം. അല്ലാതെ വിമർശനം വരുന്നുണ്ട്. അവനൊക്കെ ഓരോ പടം ചെയ്ത് വയ്ക്കും, അവനൊന്നും കാണില്ല, നമ്മളെ ഒന്ന് കണ്ടോളണം എന്നൊക്കെ പറയും വിമർശനം. ഞാൻ ഒന്നും പറയാറില്ല. അപ്പം ഞാൻ ശരിക്കും വ്യക്തമാക്കിയത് ഈ ചാനലിൽ നിങ്ങളുടെ അടുത്താട്ടോ ആക്കിയത് ഇതിൻ്റെ ആ സംഭവം.
നമുക്ക് മാനസികമായിട്ട് സന്തോഷമുള്ള അതുവരെ നമ്മുടെ സിനിമ കൂടെ വന്നിരുന്ന പെങ്ങളാണ്. അവരൊക്കെ അതൊക്കെ പൊളിഞ്ഞു പോയി. പിന്നെ ആ ചിന്താഗതി എന്തിനാ അങ്ങനെ കാണിക്കണേ? നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ കയറിയിരിക്കണേ. അവിടെ ചെന്ന് ആസ്വദിക്കല്ല പിന്നെ പറ്റൂ. ഇങ്ങനെ തിരക്കുള്ള ഒരു കലാജീവിതം ഇനിയും ഉണ്ടാകട്ടെ. അതിന് ഈ നേരത്തെ പറഞ്ഞ തമ്പുരാൻ സഹായിക്കട്ടെ. കൂടെ എപ്പോഴും ഉണ്ടാകും. താങ്ക് യു. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഞാനും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.